മരം കയറി പെണ്ണ്. പിന്നെ പിന്നെ ലില്ലി ഇണങ്ങാൻ തുടങ്ങി. എന്നിട്ടും അവളുടെ പിടിവാശി കന്യാസ്ത്രീകളെ കുഴക്കി. ഏത് നിലപാടാണ് ലില്ലിയോട് എടുക്കേണ്ടത് എന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു. കൈതമുള്ളിൻ്റെ സ്വഭാവമാണ് ആ കൊച്ചിന്. മേൽപോട്ടും കീഴ്പോട്ടും ഒഴിഞ്ഞുകൂടാ, സിസ്റ്റർ നീര എപ്പോഴും പറയും. പക്ഷേ പഠിക്കാനുള്ള അവളുടെ മിടുക്ക് അത് അവരെ സന്തോഷിപ്പിച്ചു, അമ്പരപ്പിച്ചു എന്ന് തന്നെ പറയാം. സ്കൂളിലെ ഏറ്റവും ബുദ്ധിമതിയായ പെൺകുട്ടിയായിരുന്നു ലില്ലി. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയും ബുദ്ധിയും അവൾക്കുണ്ടായിരുന്നു. ക്ലാസ്സിലും തനിക്ക് മേധാവിത്വം വേണമെന്ന് ലില്ലിക്ക് ശാഠ്യമായിരുന്നു. അവൾ എല്ലാ കുട്ടികളെയും വഴക്കു പറയും. ടീച്ചർ ക്ലാസ്സിലില്ലാത്ത അവസരങ്ങളിൽ ലില്ലി ക്ലാസ് എടുക്കുന്നത് കാണാൻ കുട്ടികൾ ഓടിക്കൂടിയിരുന്നു. ഒരു ദിവസം സിസ്റ്റർ ഫെലിസിറ്റിനെ അനുകരിച്ച് ഒരു കുട്ടിയുടെ ചെവി പിടിച്ച് തിരുമ്മിയതിന് ലില്ലിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. കണക്ക് ക്ലാസ്സിൽ ലില്ലിയെ അടക്കിയിരുത്തുക ഏറ്റവും പ്രയാസമുള്ള കാര്യമായിരുന്നു. ബോർഡിൽ കണക്കിട്ട് കൊടുത്തിട്ട് സിസ്റ്റർ കസേരയിൽ വന്നിരിക്കുമ്പോഴേക്കും ലില്ലി കണക്ക് ചെയ്ത് അവസാനിപ്പിച്ച് ചെല്ലുകയായി. പിന്നെ മറ്റു കുട്ടികളുടെ കണക്ക് ചെയ്യൽ തീരുന്നതുവരെ കാത്തു നിൽക്കാൻ ലില്ലിക്ക് ക്ഷമയില്ല. പുതിയ കണക്കിട്ട് തരാൻ അവൾ സിസ്റ്ററെ അലട്ടിത്തുടങ്ങും. എല്ലാ പീരീഡിലും കണക്കുകൾ നേരത്തെ ചെയ്ത് തീർത്തതിന് ശേഷം അവൾ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചുകൊണ്ട് സിസ്റ്ററെ ശല്യപ്പെടുത്തും. എല്ലാ വിഷയത്തിലും ഇതുപോലെ തന്നെ ആയിരുന്നു. അതിൻ്റെ തണ്ടും ലില്ലിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ പരിപൂർണമായ അച്ചടക്കം പാലിക്കണമെന്ന് കുട്ടികളോട് ആവശ്യപ്പെടുന്ന നിർബന്ധ ബുദ്ധിക്കാരിയായ മോണിറ്ററായിരുന്നു ലില്ലി. ഇത് കുട്ടികളുടെ വിദ്വേഷത്തിനും കാരണമാക്കി. ആരെയും കൂസാത്ത ആ പ്രകൃതം ചില കുട്ടികളെ ദേഷ്യം പിടിപ്പിച്ചു. ലില്ലിയാണെങ്കിൽ മുതിർന്ന കുട്ടികളെ പോലും വകവച്ചിരുന്നില്ല. ഇതൊന്നും പിടിക്കാത്തത് സിസ്റ്റർ ഫെലിസിറ്റിനാണ്. വല്ലാത്ത ഗൗരവ പ്രകൃതിയായിരുന്നു സിസ്റ്റർ. വന്ന് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ ലില്ലി അവരോട് വഴക്കുകൂടി. ആൺകുട്ടികളുടെ കൂടെ കളിക്കാനായിരുന്നു ലില്ലിക്ക് അധികവും ഇഷ്ടം. അവരുടെ കൂടെ ഓടിക്കളിക്കാനോ ഗുസ്തി പിടിക്കാനോ മരം കയറാനോ എന്തിനു വേണമെങ്കിലും അവൾ പോകുമായിരുന്നു. സിസ്റ്റർ ഫെലിസിറ്റിന് ഇതൊട്ടും ഇഷ്ടമായിരുന്നില്ല. അവരാണെങ്കിൽ പെട്ടെന്ന് ശുണ്ഠിയെടുക്കുന്ന ആളും. ഇങ്ങനെയൊരു മരം കയറി പെണ്ണുണ്ടോ? സിസ്റ്റർ ഒരിക്കൽ അരിശപ്പെട്ടു. ഉവ്വല്ലോ, ലില്ലി കൂസൽ കൂടാതെ പറഞ്ഞു. അവൾ ഓടിപ്പോയി തൻ്റെ സ്കേർട്ടും ജാക്കറ്റും മാറ്റിയിട്ടു. കളിക്കാനിറങ്ങുമ്പോൾ അവൾ ഇടാറുള്ള ബനിയനും ഷോർട്സും ഇട്ട് മിടുക്കനായ ഒരു ആൺകുട്ടിയെപ്പോലെ തുള്ളിച്ചാടി ഇറങ്ങി വന്നു. ഫെലിസിറ്റമ്മ എന്നെ വിളിക്കുന്നത് മരംകേറി എന്നാണ്. വെറും ഒരു മരംകേറി അണ്ണാൻ. കൈകൊട്ടി ചിരിച്ചുകൊണ്ട് അവൾ ചാഞ്ഞു പടർന്ന മൂവാണ്ടൻ മാവിൻ്റെ കവരങ്ങളിലേക്ക് ഒരു അണ്ണാനെ പോലെ വലിഞ്ഞു കയറി. സിസ്റ്റർ ഫെലിസിറ്റ മൂക്കിൽ നിന്ന് കണ്ണടയെടുത്ത് മാവിൻ്റെ മുകളിലേക്ക് നോക്കി അന്തം വിട്ട് നിന്നു. അവർ അരിശം കൊണ്ട് ചുമന്നു. സിസ്റ്റർ ഫെലിസെ, ആ കൊച്ചിന് കിറുക്കാണ്, അതിൻ്റെ പാട്ടിന് വിട്ടേക്ക്, സിസ്റ്റർ ഡൊറോത്തി നിരാശയോടും ദേഷ്യത്തോടും കൂടി പറഞ്ഞു. ലില്ലിയുടെ സ്വഭാവം മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനുള്ള ക്ഷമ കാണിക്കണമെന്ന് അവർ ഫെലിസിറ്റമ്മയോട് അപേക്ഷിച്ചു. സിസ്റ്റർ ഡൊറോത്തിയെ ശകാരിക്കാൻ തുടങ്ങി ഫെലിസിറ്റമ്മ. ലില്ലി അവരുടെ അഭിമാനം മുറിപ്പെടുത്തിയിരിക്കുന്നു. താൻ ഇക്കണ്ട കാലം മുഴുവൻ ഒരു ഹൈസ്കൂളിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടന്നിട്ടും ഇതുപോലെ അനുസരണം കിട്ടിയ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. ഇതിനെ ആര് വളർത്തിയെടുത്തതാണ്? സിസ്റ്റർ ഡൊറോത്തി ബോർഡിംഗ് സിസ്റ്റർ എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് അവളെ അടക്കി നിർത്തുന്നില്ല? സിസ്റ്റർ ഫെലിസിറ്റ കണ്ണട മുഖത്ത് വെച്ചു. അതിൻ്റെ ഫ്രെയിം വല്ലാതെ അയവായിരുന്നതുകൊണ്ട് വെച്ചയുടനെ അത് നിരങ്ങി ഫെലിസിറ്റമ്മയുടെ മൂക്കിൻ്റെ തുമ്പത്ത് വന്നിരുന്നു. ലില്ലി അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. സിസ്റ്റർ ഫെലിസിറ്റ ചവിട്ടി കുലുക്കി നടന്നുപോയി. ലില്ലി, താഴെ ഇറങ്ങി വരുന്നുണ്ടോ കുട്ടി? സിസ്റ്റർ ഡൊറോത്തി ചോദിച്ചു. വരാം, പക്ഷേ ഫെലിസിറ്റമ്മ എന്നെ വിളിച്ചത് മരം കയറി പെണ്ണെന്നാണ്. ഞാൻ ഈ മരത്തിന്മേൽ തന്നെ ഇരുന്നോളാം, ലില്ലി മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ അവൾ പാടാൻ തുടങ്ങി. ഹംഡി ഡംഡി സാറ്റ് ഓൺ എ വാൾ, ഹംഡി ഡംഡി ഹാഡ് എ ഗ്രേറ്റ് ഫാൾ. തല കുലുക്കി കൈയടിച്ച് അവൾ ഉറക്കെ പാടാൻ തുടങ്ങിയപ്പോൾ എവിടുന്നൊക്കെയോ തുരുതുര ആൺകുട്ടികളും ഓടിവന്ന് പൊത്തിപ്പിടിച്ച് മരത്തിൽ കയറി. എല്ലാവരും കൂടെ കൈയടിച്ച് പാടാൻ തുടങ്ങി.
തനി കുരങ്ങന്മാരെ പോലെ അവറ്റ മുഴുവൻ ചില്ലകളിൽ കെട്ടി ഞാലാനും കൊമ്പ് പിടിച്ച് കുലുക്കാനും തുടങ്ങി. മാഞ്ചുവട്ടിൽ വന്ന് നിന്നിരുന്ന കുട്ടികൾ കൂവിയാർത്തു. വല്ലാത്ത തിമർപ്പ്. സിസ്റ്റർ ഫെലിസിറ്റ ചൂരലുമായി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഓടി ഒളിച്ചു. മാവിൻ്റെ മുകളിൽ ഇരുന്നവരും എങ്ങനെയോ ഊർന്നിറങ്ങി രക്ഷപ്പെട്ടു. ലില്ലി സാവധാനത്തിൽ താഴെ ഇറങ്ങി. സിസ്റ്റർ ഫെലിസിറ്റിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് കത്തുന്നുണ്ടായിരുന്നു. ലില്ലി ഒരു കൂസലും കൂടാതെ സിസ്റ്റർ ഫെലിസിറ്റിനെ നേരെ ഒരു നിമിഷം നോക്കി. പിന്നെ അവൾ വലത് കൈ നീട്ടി കാണിച്ചു. ഫെലിസിറ്റമ്മയുടെ ദേഷ്യം മൂത്തു. ഇതൊക്കെയായിട്ടും ഭയത്തിനു പകരം ഈ ധിക്കാരമോ? ചൂരൽ വടി ഉയർന്നു താണു. 1, 2, 3, 4. സിസ്റ്റർ, ഡൊറോത്തിയമ്മ ഉറക്കെ വിളിച്ചുകൊണ്ട് ലില്ലിയെ തള്ളിമാറ്റി. സിസ്റ്റർ ഫെലിസിറ്റ ക്രൂരമായി ഡൊറോത്തിയമ്മയെ തുറിച്ചു നോക്കി. ലില്ലി അപ്പോഴും ഇളകാതെ നിൽക്കുകയായിരുന്നു. വലുതുകൈ അവൾ നിവർത്തി തന്നെ പിടിച്ചിരുന്നു. കൈപ്പടം ചുവർന്ന് വീർത്ത് കഴിഞ്ഞിരുന്നു. സിസ്റ്റർ ഫെലിസിറ്റ ചൂരൽ വലിച്ചെറിഞ്ഞ് നടന്നുപോയി. അങ്ങുമിങ്ങും നിന്ന് കുട്ടികൾ പതുങ്ങി നോക്കാൻ തുടങ്ങി. സിസ്റ്റർ ഡൊറോത്തി അമ്പരന്നുപോയി. അവർ ലില്ലിയെ തൊടാൻ ഭയപ്പെട്ടു. 1-2 നിമിഷം ലില്ലിയുടെ കണ്ണുകൾ സിസ്റ്ററുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു. പിന്നെ അവൾ സാവധാനം നടന്നുപോയി. ഭാഗം 4 ഇവിടെ അവസാനിക്കുകയാണ്. ലില്ലിയുടെ കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.